കഴിഞ്ഞ എപ്പിസോഡിൽ വട്ടക്കോട്ട ഫുൾ എക്സ്പ്ലോർ ചെയ്ത് അതുപോലെ തന്നെ മലനിരകളും വിൻഡ് ഫാമുള്ള വഴിയൊക്കെ ആസ്വദിച്ച് അടുത്ത സ്പോട്ടിലോട്ട് പോണ വരെയാണ് നമ്മൾ നിർത്തിയത്. പത്മനാഭപുരം പാലസിന് കൽക്കുളം പാലസ് എന്നും ഒരു പേരുണ്ട്. ഹിസ്റ്ററിയിലൂടെ കടക്കാൻ നിൽക്കുവാണെങ്കിൽ കുറേ പറയാനായിട്ടുണ്ട്. ഇതിനെ ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് വുഡൻ പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. പാസിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരാൾക്ക് 50 രൂപയും അതുപോലെ തന്നെ അകത്ത് കയറി ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ അകത്ത് കയറ്റാനായിട്ട് 10 രൂപയാണ് ചാർജ്. കൊട്ടാരത്തിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ മിനിമം 1 മണിക്കൂറെങ്കിലും എടുക്കും അതിൻ്റെ അകം മൊത്തം ഒന്ന് ഓടിയായാലും നടന്നായാലും കണ്ടിട്ട് ഇറങ്ങാനായിട്ട്. വ്ളോഗ് എടുക്കാൻ പറ്റാത്ത വിഷമം ഞാൻ ഇവിടെ കയറിയതിനു ശേഷം ഫോട്ടോ എടുത്ത് തീർത്തിട്ടുണ്ട്. പഴയ കൊട്ടാരവും അതിൻ്റെ അകവും എങ്ങനെയായിരിക്കും എന്നൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കിട്ടിയിരിക്കും, ഇൻക്ലൂഡിങ് ദ കാഴ്ചപ്പാട് അബൌട്ട് ദ പഴയ കക്കൂസ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചിതറൽ ജെയിൻ ടെമ്പിൾ. കണ്ടു കഴിയുമ്പോൾ പക്ക ഒരു പാറ തന്നെ. ഓക്കെ, മുകളിലോട്ടൊക്കെ പാറയാണ്. അതുപോലെ തന്നെ മുകളിൽ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചാടി ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കാം. ഇപ്പോൾ ഉച്ചൊരു 1:30 ആയിട്ടുണ്ട്. ചത്ത് ശവങ്ങളൊക്കെ ഇരിക്കുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഇതുപോലത്തുള്ള സ്പോട്ടിലേക്ക് വന്ന് നിന്നിട്ട് ഇവിടുത്തെ വ്യൂ കാണുമ്പം ഒരു ചെറുതായിട്ടൊന്ന് ഓണം. ഇതാ കണ്ട, ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ചിതറൽ വില്ലേജിൻ്റെ അടുത്തുള്ള ഒരു പാറയാണ് സംഭവം. ഇതിൻ്റെ മണ്ടയിൽ അമ്പലം പോലെ എന്തൊക്കെയോ സംഭവമൊക്കെ ഉണ്ട്. ചിതറൽ ജെയിൻ ടെമ്പിളും ഭഗവതി ടെമ്പിളുമാണ് ഇവിടെ ഉള്ളത്. ഈ കൊത്തി വരച്ച് പടവും മറ്റു സാധനമൊക്കെ ചെയ്ത് വെച്ച കട്ടിലും അതുപോലെ തന്നെ 2 മോണുമെന്റ്സും, ഒരെണ്ണം റോക്കറ്റ് ജെയിൻ ടെമ്പിൾ വിത്ത് ഔട്ടർ വാർ റിലീഫും പിന്നെ ഒരെണ്ണം ഹിന്ദു ഗോഡസ് ടെമ്പിളും ആണ്. അങ്ങനെ 2 സംഭവം ഇവിടെ ഉണ്ട്. എന്തായാലും ഫൈനലി നമ്മൾ ഒരു പാറയിൽ തന്നെ വന്നെത്തി. അൺഎക്സ്പെക്റ്റഡ് ആണ്, എന്തായാലും കൊള്ളാം. ഓക്കെ, നമുക്ക് ടോപ്പിൽ കയറി വ്യൂ നോക്കാം. ഗൈസ്, വഴിയെന്ന് പറയുമ്പം ഏകദേശം ഇതേപോലെ കുറേ അല്ല 1 കിലോമീറ്റർ കറക്റ്റായിട്ട് നടക്കാനായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റായിട്ട് അവിടെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു വീട് പോലൊരു ഐറ്റം ഉണ്ട്. ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഗൈസ്. ഇതെന്താ ഇവിടെ ടാങ്കൊക്കെ. എനിക്ക് തന്നെ എൻ്റെ അടുത്ത് ജലസ്. കാര്യം വേറെ ഒന്നുമല്ല, ഇത്രയും ഉറങ്ങാതെ വെളുപ്പിനെ എഴിച്ചിട്ട് ഇത്രയും സ്ഥലത്ത് വണ്ടി ഓടിച്ച് പോയി. ഇപ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു 100-200 കിലോമീറ്റർ അടുപ്പിച്ച് വണ്ടി ഓടിച്ച്, എന്നിട്ട് ലാസ്റ്റ് ഇതേപോലെ ഒരു മുതുക്ക് പാറയുടെ മണ്ടയിൽ വലിഞ്ഞ് കയറി അത് വ്യൂ നോക്കിയാണ്. എൻ്റെ അമ്പു ഞാൻ കിട്ടില്ലെന്ന് തന്നെ പൊക്കി പറയണല്ല കേട്ടോ. നമ്മൾ നടന്ന് ഇവിടേക്ക് എത്തി. അവിടെ നിന്നാണ് ഞാൻ നടന്ന് ഇവിടം വരെ എത്തിയത്. ഇപ്പോൾ ഇവിടെ എത്താറായി. ഇതാണ് എൻ്റെ കുഴപ്പം. ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടന്നങ്ങ് പോവും. സമയം പോണത് അറിയേയില്ല. 12 മണിക്കൂറായിട്ട് ഉറക്കവും നേരെ ഭക്ഷണവും ഒരു തേങ്ങ ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഓരോ സ്ഥലത്തായിട്ട് പോവുകയാണ് ഗൈസ്. പക്ഷേ ഇവിടെ വന്നിങ്ങനെ നിൽക്കൂലേ, നിൽക്കുമ്പോൾ ഈ അടിക്കുന്ന കാറ്റില്ലേ, ശാന്തമായൊരു അന്തരീക്ഷം, ഈ മുതുക്ക് വെയില് ഒരു അച്ചീവ്മെന്റ് പോലെയാണ്. ഈ പാറയിൽ സ്റ്റെപ്പ് കൊത്തി വെച്ചേക്കണുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ പോയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇങ്ങനെ ഈ പാറയിൽ കൂടെ ഇറങ്ങി എല്ലായിടത്തും നടന്നു പോകാൻ വേണ്ടി പറ്റും. അതിനുള്ള സൗകര്യം ഇത് തന്നെ സ്റ്റെപ്പ് ഇതായിരിക്കണം. ഇതായിരുന്നു സ്റ്റെപ്പ്. അതിനുള്ള സൗകര്യം എന്തായാലും ഈ പാറയിൽ തന്നെ ഉണ്ട്. മറ്റേ കുഴി, വെള്ളമൊക്കെ നിറഞ്ഞിരിക്കണ കുഴി. ഓക്കെ, എൻ്റെ അമ്പു ഇവിടെ നൈസ് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഈ ഉള്ളതിൻ്റെ എല്ലാ പാറേൻ്റെയും മണ്ടയിൽ ഞാൻ കയറിയിട്ട് വെയിലും കൊണ്ട് ഇങ്ങനെ അലഞ്ഞ് വ്ളോഗ് എടുത്ത് നടന്ന് ഇവിടെ ഇരിക്കും മിക്കവാറും. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്തോ ഒരു കുളം പോലെ, കുളമല്ലല്ലോ, വെള്ളം കെട്ടിക്കിടക്കാൻ കേട്ടോ. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്.
പാതി ബോധത്തിലാണ് നിൽക്കണത്. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ കൊക്കയാണ്. നോക്കിയോ, ആ കണ്ട കൊക്കയെന്ന് വെച്ചാ ഇവിടെ അങ്ങോട്ട് വീഴുക. നമ്മളിപ്പോൾ അത്യാവശ്യം എല്ലാ സംഭവവും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, വ്യൂവും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല. അപ്പം എന്തായാലും ഓക്കെ ബൈ. തിരിച്ച് വീട്ടിലെത്തിയതും പെട്രോൾ റിസർവായി. ഓക്കെ, ഇതാണ് ആവറേജ് മൈലേജ് കാണിക്കുന്നത്. ടൈം 3:25 194 കിലോമീറ്ററാണ് റിസർവ് ടു റിസർവ് ഞാൻ ഓടിയത്. ഓക്കെ, ടോട്ടൽ കിലോമീറ്റർ 5458.5.